പറയുന്നത്, കുഞ്ഞാലിക്കുട്ടി തന്നെ പറയുന്നത്, ഇതൊന്നും മലയാളികളല്ല, നിങ്ങളൊന്നും മലയാളികളല്ല, ബംഗാളികളാ പറയുന്നത്. സ്വീകരണം കൊടുക്കാൻ വേണ്ടി ബംഗാളികൾ വന്നിരിക്കുകയാണെന്നാണ് ഇന്നലത്തെ അവരുടെ തന്നെ മണ്ഡലത്തിലെ യോഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് നല്ല പോലെ ധാരണയുണ്ട്. നിങ്ങളുടെ അടി ഒലയുകയാണ് ഈ മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയെല്ലാം തോറ്റ് തുന്നം പാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങളുടേതാണ് കാലം എന്ന് ധരിച്ച് അഹങ്കരിച്ച് വി.ഡി. സതീശനും കുഞ്ഞാലിക്കുട്ടിയും എല്ലാം കൂടി ചേർന്ന് ഞങ്ങളെ ഒതുക്കാം എന്ന് കരുതിയവർക്ക് കേരളം നൽകുന്ന താക്കീതാണ് ഈ യോഗങ്ങളിലുള്ള ജനപങ്കാളിത്തം. അതായത് ഞങ്ങൾക്കെതിരായി എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ള പ്രചാരകരെ ഞങ്ങൾ നെഞ്ചൂക്കോടെ നേരിടുമെന്ന പ്രതിജ്ഞയാണ് ഓരോരുത്തരുടെയും മുഖത്ത് ഞങ്ങൾ കാണുന്ന സന്തോഷം. അതാണ് വ്യക്തമാകുന്നത്. ഞാനിനി ജാതിയുടെ ഭാഗമായിട്ട് രണ്ട് കാര്യം പറയാം. ഒന്ന്, രണ്ട് ജാഥ നയങ്ങൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വർഗീയതയോടുള്ള ഞങ്ങളുടെ നിലപാടും വർഗീയതക്കെതിരായിട്ട് അണിചേരേണ്ടുന്ന രാഷ്ട്രീയ പ്രാധാന്യവും ഞങ്ങൾ ഈ ജാഥയിൽ ഉന്നയിക്കുന്നു. നമ്മൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ RSകാരും BJPക്കാരൊക്കെ വളരെ പൈതൃകമായി കേരളം മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ നാടാണ് എന്നൊക്കെ പറയാറുണ്ട്. ശുദ്ധ സംബന്ധം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ പൂർവ്വകാലം എന്താണ്? ഇവർ സനാതന ധർമ്മം, ഏതൊരു സനാതന ധർമ്മം? പട്ടിണി പാവങ്ങൾ കയറിക്കിടക്കാനിടയില്ല, തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, കണ്ടുകൂടാ, നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂടാ. പാവപ്പെട്ട മനുഷ്യൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ സവർണൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്ന ധാരണ വെച്ച് പോയി എന്ന ശബ്ദമുണ്ടാക്കണം നടക്കാൻ. ഇതാണത്രേ സനാതന ധർമ്മം. ഏത് കാലം? VMS പറഞ്ഞതുപോലെ ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥ, ബ്രിട്ടീഷ് ആധിപത്യം. ഇതാണ് കേരളത്തിൻ്റെ ചരിത്രം. ആ ചരിത്രം ഫ്യൂഡൽ ജീർണതയുടേതാണ്. അടിമതുല്യമായി ജീവിച്ച മനുഷ്യൻ്റെ കാലം. അതുകൊണ്ട് RSകാർ പറയുന്ന പോലെ, BJPക്കാർ പറയുന്ന പോലെ ഈ കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രം ആവേശകരമാണ് എന്നൊന്നും പറയേണ്ട. അല്ല എന്ന് മാത്രമല്ല, വളരെ വളരെ ദുരിതപൂർണമായ ഒരു പൂർവ്വകാല ചരിത്രമാണ് ഈ കേരളത്തിനുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ ഇപ്പോഴെന്താണ് എന്നുള്ള ചോദ്യത്തിന് ഞാൻ പിന്നെ ഉത്തരം പറയുന്നുണ്ട്. സമീപ ഭൂതകാലം. ഇത് ഞാൻ ഇവർ പറയുന്ന അങ്ങ് വളരെ ദൂരത്തുള്ള ഭൂതകാലമാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എപ്പോഴായി മാറ്റം വന്നേ? കാര്യങ്ങൾ തലയെഴുത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിധി വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാറിയതാണോ ഈ കേരളം? ഒന്നുമല്ല. ഇവർ പറയുന്നത് ജാതി, മതം ഇതൊക്കെ പണ്ടേ ഉള്ളതാണെന്നാണ്. എത്രയോ 1000 ആണ്ടുകളായിട്ട് ഉള്ളതാണെന്നാണ് RSകാർ പറയുന്നത്. ഒന്നും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചാതുർവർണ്ണ വ്യവസ്ഥ. ചാതുർവർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് 4 വർണ്ണം. ഏതൊക്കെയാ വർണ്ണം? ആർക്കറിയാം? നമ്മൾ പണ്ടേ പറഞ്ഞു തുടങ്ങിയതല്ലോ. 4 വർണ്ണം. 1 ബ്രാഹ്മണര്, 2 ക്ഷത്രിയര്, വൈശ്യര്, പിന്നെ ശൂദ്രർ. ഈ 4ആണ്. അത് വളരെ ചെറിയതേ ഉള്ളൂ. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് വളരെ ചെറിയ നമ്പറാണ്. പിന്നെയോ ക്ഷത്രിയൻ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുത്. അതുമില്ല, ഇവിടെയൊന്നുമില്ല. ക്ഷത്രിയര് വളരെ ഉപകരികളുണ്ടോങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ വൈശ്യര് കച്ചവടമായിട്ട് ഒന്നുമില്ല. അല്ല, നമ്മൾ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദു ഒക്കെയാണ് കച്ചവടം. ഇവിടെ വൈശ്യര് എന്ന് പറയുന്ന ഒരു വിഭാഗമൊന്നുമില്ല. പിന്നെ അവസാനത്തെ ശൂദ്രര് എന്ന് പറയുന്ന നായരും നമ്പ്യാരൊക്കെയാണ്. അല്ലാണ്ട് പട്ടികജാതിവർഗമൊന്നുമല്ല. പട്ടികജാതി പട്ടികവർഗത്തിന് മനുഷ്യകുലത്തിൽ പെട്ടില്ല എന്നാണ് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ വക്താക്കൾ. അവർ മനുഷ്യകുലയല്ല. നിങ്ങൾ ഓർമ്മയില്ലേ? കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര സത്യാഗ്രഹ സമരം വർഷം നീണ്ടു തന്നെയാണ്. ഏതാ സമരം? ഇവിടെ ഇരുന്നാലൊന്നും പോരാ, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും, പറയണം. ഏതാ സമരം? കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ, അല്ലെങ്കിൽ അന്നും കേരളമൊന്നുമില്ല,
മലയാളികളെ ഈ നാട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സമരം നടന്നിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന സമരമാണ്. വൈക്കം സത്യാഗ്രഹം. ആരാ പറഞ്ഞേ? കൈവന്തിക്കും. കൈവന്തിച്ചാൽ പോരാ, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഇത്ര ശരിയായി പറയുന്ന ആളാണ്. വെറുതെ ഇരുന്നാൽ പോരല്ലോ. ശരിയായി. എന്താ പേര്? ശങ്കരൻകുട്ടി പറഞ്ഞത് ശരിയാണ്. വൈക്കം സത്യാഗ്രഹം. ആ വൈക്കം സത്യാഗ്രഹത്തിൽ മധ്യസ്ഥം പറയാൻ വേണ്ടിയിട്ട് ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് വന്നിരുന്നു. ആരാ ആ നേതാവ്? മഹാത്മാ ഗാന്ധി വന്നു. മഹാത്മാഗാന്ധി വന്നപ്പോൾ അങ്ങോട്ട് തൊട്ടോടല്ലോ. ബ്രാഹ്മണ മേധാവിത്വല്ലേ? ബ്രാഹ്മണ പ്രമാണി ഒരു പ്രത്യേക കസേല, ഗാന്ധിക്ക് ഒരു സിമെന്റ് തറ, ഒരു പ്രത്യേക തറ ഉണ്ടാക്കി. ഈ ഗാന്ധിക്ക് ഇരിക്കാൻ വേണ്ടി ഒരു തറ, ഒരു സിമെന്റ് തറ. അവിടെ ഗാന്ധി, ഇപ്പുറം കസേരയിൽ പ്രമാണി, ആ ക്ഷേത്രത്തിൻ്റെ ഉടമ. ഒരു ഗാന്ധി ചോദിച്ചു, വളരെ ലളിതമായ ചോദ്യമാണ് ഗാന്ധിയുടെ. അല്ലയോ അങ്ങുന്നേ, ബഹുമാനത്തോടു കൂടിയാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ 4 നടയുണ്ട്. ആ ക്ഷേത്രത്തിൽ മറ്റെല്ലാവരും ഒരു നടയിലേ ഉണ്ടാവും. ഈ 4 നടയാണ്. അപ്പുറത്തും പോയിക്കൂടാ, ഇപ്പുറത്തും പോയിക്കൂടാ, അങ്ങും പോയിക്കൂടാ, ഇങ്ങും പോയിക്കൂടാ. മനുഷ്യനെങ്ങനെയാ പിന്നെ യാത്ര? അതിൻ്റെ മുന്നിലേക്ക് കൂടി പോകാനാ. അതിൽ കയറലല്ല, അമ്പലത്തിലേക്ക് കയറലല്ല പ്രശ്നം, അതിൻ്റെ വഴിയിലൂടെ നടന്നുകൂടാ. അപ്പോൾ ഗാന്ധി ചോദിച്ചതാ, അങ്ങനെ നമ്മുടെ ഈ 4 നടയിലൂടെ എത്രയാ പക്ഷികൾ, എത്രയാ നായ്ക്കൾ, എത്രയാ പട്ടി, ഈ പറയുന്ന പശുക്കൾ, പുഴുക്കൾ എല്ലാം പോകുന്നില്ലേ? അപ്പോൾ അതിനെ സംബന്ധിച്ച് പോകുന്നു. പിന്നെ എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യർ വഴിയാത്ര തടയുന്നത്? അപ്പോൾ പറഞ്ഞെന്തറിയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. ഈ നായ, പൂച്ച, പശു ഇതിനേക്കാളെല്ലാം മ്ലേച്ഛമാണ് ഇവറ്റകൾ. അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളൂ. അതായത് പൂച്ചയും പശുവും അതുപോലെ നായും ഈ പറയുന്ന പുഴുവും അതിനേക്കാളെല്ലാം മ്ലേച്ഛമാണ് ഇവറ്റകൾ. ആരെയും ഈ മനുഷ്യ കുലത്തിൽ പെടില്ല. അതാ കേരളത്തിൻ്റെ ചിത്രം. അങ്ങനെ സംസാരിച്ച് അവർ തിരിഞ്ഞു. നടന്നില്ല, പരിപാടി നടന്നില്ല. ഇത് ഗാന്ധിയോട് പറഞ്ഞതാണ്. ഇത് കേരളം തന്നെയാണ് പറഞ്ഞത്. അത്ര അധികം നൂറ്റാണ്ടൊന്നും ആയിട്ടില്ലല്ലോ. ഏതാണ്ട് 1 നൂറ്റാണ്ട്. ഇതാണ് ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യനെ വേർതിരിച്ച് അതിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിനെയാണ് മനുസ്മൃതി എന്ന് പറയുക. മനുസ്മൃതി RSകാരും BJPക്കാരും പറഞ്ഞില്ലേ, നമുക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി മനുസ്മൃതിയിൽ ഊന്നിയ ഒരു ഭരണഘടന വേണമെന്നാണ്. മനുസ്മൃതി എന്ന് പറഞ്ഞ് ഈ RSകാരെന്താ മനസ്സിലാക്കിയെന്ന് ആയിക്കറിയാം.